നമസ്കാരം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭരണം കുടുംബ കുത്തകയാക്കി വെച്ചിരുന്നവരാണ് കോൺഗ്രസുകാർ. എന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന കാര്യം വരുമ്പോൾ പൊട്ടൻ കളിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ ഭരണം കാലാകാലങ്ങളിലായി ആർക്കും വിട്ടുകൊടുക്കരുത് എന്നുള്ള ചിന്ത മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി ഇന്ത്യയെയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഇന്ത്യൻ ഭരണഘടനയെ പോലും ഇല്ലായ്മ ചെയ്യുകയാണ് കോൺഗ്രസ് ഒരു തരത്തിൽ ചെയ്തത്. ഒരു തരത്തിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചൂഷണം ചെയ്ത് കുംഭവീർപ്പിക്കുകയാണ് കോൺഗ്രസ് ഭരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊരു ശക്തമായ തിരിച്ചടിയായിരുന്നു മോദി സർക്കാർ അധികാരം നേടിയത്. ശക്തമായ ആരോപണങ്ങൾ മോദി സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിച്ചിട്ടും മോദി സർക്കാർ തുടർ ഭരണത്തിലേറിയത് കോൺഗ്രസിന് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നതുപോലെയുള്ള അവസ്ഥയിലാണ് കൊണ്ടുചെന്ന് എത്തിച്ചത്. രാഹുൽ ഗാന്ധി നിലത്തു കിടന്ന് ഉരുണ്ടിട്ടും കരഞ്ഞും മൂക്കുപിഴിഞ്ഞും കാല് പിടിച്ചിട്ടും പോലും ഇന്ത്യയിലെ മോദി ഭരണത്തിൽ തൃപ്തരായ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് മോദി സർക്കാരിന്റെ സ്ഥാനമെന്ന് മനസ്സിലാകും. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി ഭരണഘടനയെ തകർത്തു എന്ന് ആരോപിച്ച് BJP പ്രസിഡന്റ് JP നദ്ദയും രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിനെതിരെ അദ്ദേഹം ശക്തമായി ആഞ്ഞടിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസും സഖ്യകക്ഷികളും അധികാരത്തിന് വേണ്ടി ഭരണഘടനയെ തകർക്കുന്ന ജോലി ആരംഭിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിച്ചു. ഇപ്പോഴും ജനാധിപത്യ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുവെന്നും നദ്ദ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം പ്രതികരിച്ചു തുടങ്ങിയെന്നും ഇനി ഇന്ത്യയെ കാർന്നു തിന്നാൻ കിട്ടില്ല എന്നും ഉറപ്പായപ്പോഴാണ് മുസ്ലിങ്ങളെ കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ആരെ കൊന്നിട്ടായാലും തിന്നിട്ടായാലും ഇന്ത്യയുടെ അധികാരം തിരിച്ചു പിടിച്ച് ഗാന്ധി കുടുംബത്തിന്റെ ഷോക്കേസിൽ ചില്ലിട്ട് വെച്ചാൽ മതി എന്നാണ് ചിന്ത. കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് കരുതി കാണും. പക്ഷേ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ അങ്ങനെ കൊല്ലാനും തിന്നാനും പിടിച്ചാൽ തടയാൻ മോദി സർക്കാരിന്റെ കൈകൾ ഇന്നുണ്ട്. കേന്ദ്രത്തിന്റെ വേരുകൾ ക്ഷയിച്ചപ്പോഴാണ് രാഹുൽ ഇര പിടിക്കാൻ കേരളത്തിലേക്ക് വന്നത്. എന്നിട്ട് എന്തുണ്ടായി എന്ന് കോൺഗ്രസുകാരെ ഞങ്ങൾ കുറെ കണ്ടതാണ്. കണ്ടും കേട്ടും മടുത്ത് അടക്കി വെച്ച അമർഷം നദ്ദയെ പോലെ ഇന്ത്യയുടെ വികസനം സ്വപ്നം കാണുന്ന ചിലർക്കെങ്കിലും ചില നേരത്തെങ്കിലും അറിയാതെ പുറത്തു വന്നു പോകുന്നതിൽ അതിശയോക്തി തീരെയില്ല. രാജ്യസഭയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വികസിത ഇന്ത്യ എന്ന ആശയത്തിലേക്ക് വെളിച്ചം വീശുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് BJP ദേശീയ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ചെയ്തത്. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയത്തിനുള്ള മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തവും സമൃദ്ധവും വികസിതവുമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കിയെന്നും അന്ത്യോദയ, നല്ല ഭരണം, ദരിദ്രരുടെ ക്ഷേമം എന്നിവയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രം ആവർത്തിച്ചുകൊണ്ട് സമഗ്ര വികസനം കൈവരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം പിന്തുടരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ആരോപിച്ചിരുന്നു.